എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉള്ളിത്തീയലാണ്. ഉള്ളി മാത്രം ഉപയോഗിച്ചിട്ടുള്ള തീയൽ. ഇതെൻ്റെ ഗ്രാൻഡ് മദർ, അതായത് അമ്മൂമ്മ ഒക്കെ ഇവിടെ പണ്ടുണ്ടാക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകുടുംബമായിരുന്നു ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ. അപ്പോൾ അമ്മൂമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഉള്ളിത്തീയലുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അധികം വെള്ളം പോലല്ല, പക്ഷെ നല്ല കുറുകുറാന്നായിരിക്കും. നമുക്ക് ചോറൊക്കെ ഉരുട്ടി അതിലൊപ്പി നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും. അതേപോലെ, അതായത് എൻ്റെ രണ്ടാമത്തെ അമ്മാവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. അതുകൊണ്ട് അമ്മാവൻ വരുമ്പോഴൊക്കെ ഊണ് കഴിക്കാനുണ്ടെന്നറിഞ്ഞാൽ ഈ ഉള്ളിത്തീയലാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറി കൂടിയുണ്ട് എനിക്കിതിന്. അപ്പോൾ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഒരു കസിനും വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു ഉള്ളിത്തീയൽ വെക്കണം, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉള്ളിത്തീയൽ വെക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഞാൻ 1 കപ്പ് ഉള്ളിയാണ് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളകും പിന്നെ തേങ്ങ വറുത്ത് അരച്ച് ആണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു കപ്പ് ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തരയ്ക്കാനുള്ളതാണ്. ആദ്യമേ തന്നെ നമുക്കിതിന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കി വയ്ക്കാം. അതായത് വറുത്തരയ്ക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അത് ഒന്ന് താളിച്ചിടണം, കടുക് വറുത്തൊക്കെ ഇടണം. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പുളി വേണം. പുളി ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് സോക്ക് ചെയ്ത്, എന്നാലേ അത് പിഴിഞ്ഞാലേ നമുക്ക് നീര് കിട്ടുള്ളൂ. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് ഒരു ടീസ്പൂൺ ആയാലും മതി. ഇപ്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ, ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇവിടെ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അലുമിനിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇരുമ്പിൻ്റെ ആണെങ്കിൽ പതുക്കെ അത് നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കൈവിട്ടൊക്കെ ഇളക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകില്ല, പാകത്തിന് ഇതായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ടാണ്. തേങ്ങ ചെറുതായിട്ട് ബ്രൗൺ നിറമായി വരുന്നുണ്ട്. അപ്പം നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കിച്ചണിൽ ഭയങ്കര ചൂടാണ്. നമുക്ക് ഫാനൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മുഴുവനായിട്ടുള്ള പൊടിയല്ല, മല്ലിയായിട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഇട്ട് കൊടുത്ത് ഈ തേങ്ങയുടെ ഒപ്പം തന്നെ മൂപ്പിച്ചെടുക്കാം. പക്ഷെ മല്ലിപ്പൊടി ആവുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചൂടിൽ കിടന്ന് അതൊന്ന് മൂത്ത് കിട്ടിക്കോളും. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കണം. അരപ്പിനുള്ള തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം.
പുളി ഇവിടെ ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള പുളിയേ ഉള്ളൂ. സ്റ്റൗ ഓൺ ചെയ്തു. മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് മുളകൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽ മുളക്, ഫ്ലെയിം കുറച്ചാണ് കേട്ടോ വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു 4 പച്ചമുളക് ചെറുതാണ്, അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നത് റെഡിയായി കിട്ടും, ഒന്ന് വാടിക്കിട്ടും. ഇനി ചേർക്കുന്നത് കറിവേപ്പില. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ ഉള്ളി വാടിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഭയങ്കര ചൂടാന്ന് ഞാൻ പറഞ്ഞില്ലേ കിച്ചണിൽ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഒരു വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന്. അതായത് ചോദിക്കുകയാണ് ഒരു ലേഡി ഡോക്ടറോട്. അതായത് അത്ര ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള വീട്ടമ്മയാണ്. പെട്ടെന്ന് അവർ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഴഞ്ഞു വീണ് മരിച്ചു. അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ സജി കുരുട്ടുകുളമാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല, ശരിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ, നമ്മളിപ്പോൾ അടുക്കളയിൽ ചെറിയ അടുക്കളയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചൂടും, അപ്പോൾ ഓക്സിജൻ്റെ സപ്ലൈ കുറവായിരിക്കും. ജനലും വാതിലും ഒക്കെ തുറന്നിട്ടുകൊണ്ട് വേണം ചെയ്യാൻ. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം അവിടെ തിങ്ങിയിട്ട് ഇവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടിയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം അത്. അപ്പം ചൂടെടുക്കും നമുക്ക്. ഭയങ്കര ചൂടാണ് ഇവിടെ. അതായത് മഴയുണ്ടെങ്കിൽ മഴയുടെ ഒച്ചയും ബഹളവും ഒക്കെ, അല്ലെങ്കിൽ ചൂടും. അപ്പം ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് വാടി വരണം. ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവും ഉണ്ടല്ലോ, ഇത്രയും മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇനി ആ പുളിവെള്ളത്തിൽ കിടന്ന് ഈ ഉള്ളി ഒന്ന് നല്ലപോലെ പുളി പിടിക്കട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണത് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കി എടുക്കണം. വറുത്ത് വച്ചിരുന്ന തേങ്ങ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമ്മൾ കറിയിലേക്ക് അരപ്പ് ചേർക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമുക്ക് എത്രത്തോളം ഇതിന് ഗ്രേവി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ജാറൊന്ന് കഴുകിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം.
ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറക്റ്റാണ്, ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉള്ളിത്തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല കുറുകിയ അവസ്ഥയിലാണ്. അപ്പം പിന്നെ ഇതിന് ആവശ്യത്തിന് ഉള്ള മുളകും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. ഇനിയും പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ മുളക് കൂട്ടുമോ ഉപ്പ് കൂട്ടുമോ കുറയ്ക്കുമോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വിഭവവുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.